വളരെ ആത്മവിശ്വാസം. ഏറ്റവും പരമപ്രധാനമായത് നാട്ടുകാരൻ, രാഷ്ട്രീയം എന്തുമാകട്ടെ, നാട്ടുകാരൻ ജയിക്കട്ടെ എന്നുള്ളൊരു മനോനിലയിലേക്ക് നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പോയി കാണുന്ന എല്ലാവരും പറയുന്നത്. നമ്മുടെ സ്വന്തം ആൾ ജയിക്കും, നിങ്ങളല്ലേ, നിങ്ങൾ ജയിക്കുമെന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് പാലക്കാട്ടിലെ വോട്ടർമാർ മാറിയിട്ടുണ്ട്. അവരത് തെളിയിച്ച് കാണിച്ചു കൊടുക്കും എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നോമിനേഷൻ കൊടുത്തതിന് ശേഷം സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഒക്കെ ആവർത്തിച്ച് പറയുന്നത് പാലക്കാട് ഒരു ഡീലുണ്ട്, അത് BJPയും CPM-ഉം തമ്മിലുള്ളൊരു ഡീലുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ സ്ഥാനാർത്ഥിയാക്കിയത്. BJP പ്രഖ്യാപിച്ച ഏകദേശം 80 സീറ്റിൽ 8 പേര് കോൺഗ്രസ്സുകാരാണ്. BJP പ്രഖ്യാപിച്ച കേരള നിയമസഭയിലെ 80 സീറ്റ് സ്ഥാനാർത്ഥികൾ 8 പേര് കോൺഗ്രസിൽ നിന്ന് വന്നവരാണ്. ഡീൽ ആരാന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അവർ തമ്മിലാണ് ഡീൽ. പിന്നെന്താ, കോൺഗ്രസും BJPയും തമ്മിലെ ഡീല്. അതൊക്കെ ആരോപണങ്ങൾ ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലൊക്കെ ഈ VD സതീശിൻ്റെയൊക്കെ ആരോപണങ്ങൾ വിഷമിപ്പിച്ചിട്ടുണ്ടോ? അയ്യേ, കൂടുതൽ ആത്മവിശ്വാസം തരിക ചെയ്തത്. കാരണം ഇവർ ദുർബലനെന്ന് പറയുന്ന ആളാണ് കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടായിരിക്കുന്നത് നമുക്ക് യാതൊരുവിധ വിഷമവുമില്ല. ഇടതുപക്ഷം ഇവിടെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു.